ഈ ഇപ്പോൾ തൃശ്ശൂരിൽ വെടിക്കെട്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കുന്ന ഒരു മാനസിക നില ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു സർക്കാർ തീരുമാനിക്കുകയാണ് ഇത്തവണ ഈ ഒരു ദുരന്തം പരിഗണിച്ച് ഇനി മുതൽ കേരളത്തിൽ വെടിക്കെട്ട് വേണ്ട, ഉത്സവങ്ങളിൽ വെടിക്കെട്ട് വേണ്ട എന്ന് തീരുമാനിച്ചാൽ വലിയ കലാപമായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സുപ്രീം കോടതിയിൽ വരെ പോയ ഒരു കേസാണ് തൃശ്ശൂരിൽ വെടിക്കെട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ശബ്ദത്തിൻ്റെ ആഘാതം കുറഞ്ഞുവെങ്കിൽ പോലും ആ വെടിക്കെട്ടിന് ഒരു കുഴപ്പമില്ല. സുപ്രീം കോടതിക്ക് ഒടുവിൽ പറയേണ്ടി വന്നു ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ വെടിക്കെട്ട് എന്നൊക്കെ തന്നെ. നോക്കൂ, ആനകളുടെ എഴുന്നള്ളിപ്പിനെ കുറിച്ച് ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളത്തിൽ ഈ എഴുന്നള്ളിപ്പിനിടെ ആനകളിടഞ്ഞ് ഏതാണ്ട് 526 പേർ മരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 526 പേർ, പെറ്റയുടെ കണക്കാണിത്, പെറ്റ ഇന്ത്യയുടെ കണക്കാണ്. 526 പേർ മരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി കേരളത്തിൽ ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാലോ, തൃശ്ശൂർ പൂരത്തിൽ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം വലിയ വിവാദമായി, അത് വലിയ പ്രശ്നമായി. ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകും. പൂരം കലക്കി എന്ന് പറയും. അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. ജല്ലിക്കെട്ടിൻ്റെ കാര്യം നേരത്തെ ചർച്ചയിലൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടു. 2014 ജല്ലിക്കെട്ട് സുപ്രീം കോടതി നിരോധിക്കുന്നത്. അത് നടപ്പാക്കാൻ പറ്റിയോ? അവസാനം ജല്ലിക്കെട്ട് എന്ന് പറയുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി. ജല്ലിക്കെട്ട് തിരിച്ചു കൊണ്ടുവരും എന്ന് പറയുന്നവർ തമിഴ്നാട്ടിൽ വിജയിക്കും, ജല്ലിക്കെട്ട് നിരോധനത്തിനൊപ്പം നിൽക്കുന്നവർ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടും എന്നുള്ള സാഹചര്യം വരിക. അപ്പോൾ ഈ ആചാരങ്ങളായാലും ഈ വിശ്വാസങ്ങളായാലും രാഷ്ട്രീയത്തെ അത്രമേൽ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്.